നമുക്ക് ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് മെയിനായിട്ട് നമ്മുടെ ISRO IAST അവിടെ നിന്നൊക്കെ ഈസി ആക്സസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട് നിന്നും നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ് വരുന്നത്. റോഡിന് ഇപ്പം ടാറിങ് ആവുന്നുണ്ടാവും, മെറ്റലിങ് കഴിഞ്ഞ് കിടക്കുവാണ്, ഉടനെ തന്നെ ടാറിങ്ങും ആവുന്നുണ്ടാവും. ഈ റോഡ് ഫ്രണ്ടേജിൽ ഇതാ ഈ കാണുന്ന പ്രോപ്പർട്ടി ഇതിപ്പം നിലവിലിപ്പോൾ ഇതിനകത്ത് റബ്ബറാണുള്ളത്. പക്ഷേ വലിയ രീതിയിലുള്ള സ്ലാൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചരിവോ കുത്തനെയുള്ള ഇറക്കമൊന്നുമല്ല. നിയർ ടു ലെവലെന്ന് തന്നെ, നിയർ ലെവലായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. നേരത്തെ ആണെങ്കിൽ അവർ ഇതിനകത്തൂടെ വണ്ടിയെ കയറ്റി അങ്ങ് താഴെ സുഖമായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പുറത്തുള്ള ആൾക്കാരൊക്കെ ചുമ്മാ ഇതിനകത്ത് വന്ന് കയറുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ മണ്ണുകൊണ്ടടിച്ച് ഈ വഴി ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 1.7 ഏക്കർ സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നെടുമങ്ങാടിന് സമീപം കരിപ്പൂരിനടുത്താണ്. ഞാൻ ഇപ്പം നിൽക്കുന്നത് കരിപ്പൂർ ജംഗ്ഷനിലാണ്. ദേ കാണുന്ന കരിപ്പൂർ അമ്പലമൊക്കെയാണ് ദേ കാണുന്നത്. അതായത് നെടുമങ്ങാട് നിന്ന് വരുമ്പം കരിപ്പൂർ അമ്പലം കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി. ഇവിടെ നിന്ന് കറക്റ്റായിട്ടൊരു 700 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. അതായത് പോകുമ്പോഴത്തേക്കും നമുക്ക് കരിപ്പൂർ സ്കൂളിൻ്റെയൊക്കെ ബാക്ക് ഗേറ്റിന് അല്ലെങ്കിൽ ബാക്കിലത്തെ ആ മതിലിൻ്റെ അടുത്തുകൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആ മതിൽ കഴിഞ്ഞൊരു 100 മീറ്റർ കൂടെ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ആവും. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത്. ഇനി ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ISRO ജംഗ്ഷൻ എന്നൊക്കെ പറയും. അതായത് IASTയിലേക്കൊക്കെ പോകുന്ന വഴി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ISRO ജംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് IASTയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ IAST ഒക്കെ ബേസ് ചെയ്തിട്ട് ഉള്ള എംപ്ലോയീസിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ആരെങ്കിലും പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി മൊത്തത്തിലെടുത്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താം കേട്ടോ. ഇനി അതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വികസനമൊക്കെ ഉള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങിയിടാവുന്നതാണ്. കരിപ്പൂർ മുടിപ്പുര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ വരുമ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ആ സ്കൂളിൻ്റെ മതിലൊക്കെ കാണാം. ആ മതിൽ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് വരുമ്പോഴത്തേക്ക് ഒരു 100 മീറ്ററൊക്കെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്കിത് ഇങ്ങനെ ഒരു മതിലൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ ഫുള്ളായിട്ട് മുള്ളുവേലിയിൽ അതുപോലെ ഇങ്ങനെ കമ്പ് നാട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള വേലിക്കല്ലും നാട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി അങ്ങനെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തത്തിലെടുത്ത് നിങ്ങൾക്ക് ഹൗസ് പ്ലോട്ടുകളൊക്കെ ആയിട്ട് അടിക്കണമെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ്. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലോട്ട് അവിടെ ആ ട്രാൻസ്ഫോമറിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലോട്ട് അവിടെ എല്ലാം ഹൗസ് പ്ലോട്ടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുവാണ്. അതിനകത്ത് വീടുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല. ഈസിലി തട്ടുകൾ തിരിക്കാം. ഓരോ തട്ടുകളും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഒരു 2-3 അടി ഡിഫറൻസേ വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ വളരെ ചെറിയൊരു ചരിവ് മാത്രമേ ഉള്ളൂ. താഴേക്കൊക്കെ നോക്കുവാണെങ്കിൽ നിയർലി ലെവലായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇനി അതല്ല, ഇപ്പോഴത്തെ റബ്ബറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആദായം എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. നമുക്കിത് റബ്ബറിൻ്റെ ഷീറ്റ് അടിക്കാനുള്ള മുറിയും അങ്ങനെയുള്ള റൂമുകളൊക്കെ താഴെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ടോട്ടലായിട്ട് 1.7 ഏക്കേഴ്സിന് മേളിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 1.5 ലക്ഷം രൂപയാണ്. അത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ് ഹൈലൈറ്റ്. നമുക്ക് കരിപ്പൂർ മുടിപ്പുര ജംഗ്ഷനിൽ നിന്ന് 700 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു.